ഹലോ. വലിയ പൊട്ടത്തരം പറ്റിയിരിക്കുക. എന്താണെന്നറിയോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത്ര നേരം വീഡിയോ ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ ആത്മഹത്യയുടെ ഇതെല്ലാം കേൾപ്പിച്ച് ഫോട്ടോസ് കാണിച്ച് ഞാൻ പറയാനുള്ള എല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞു വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് ഓണാക്കി നോക്കിയതാണ്. ഓണാക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇത് ഒന്നും കേൾക്കുന്നില്ല. എൻ്റെ ഈ മൈക്കിലെ ചാർജ് മുഴുവനും തീർന്നു പോയി. ഭയങ്കര സങ്കടമായിപ്പോയി. ഇത് മൈക്കിൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇത്രയും സമയം ഈ ഒരു അരമണിക്കൂറോളം ഞാൻ ഇരുന്ന് സംസാരിച്ച ആരോടായിരുന്നു എന്ന്. ഇത് ഓണാക്കിയാൽ വെറും ഇതേ ഉള്ളൂ, പറയുന്നൊന്നും കേൾക്കുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഇതിൻ്റെ ചാർജ് തീർന്നാൽ മനസ്സിലായി. അപ്പം ഞാനിപ്പം അടുത്ത മൈക്കെടുത്ത് ഇവിടേക്ക് കുത്തിയേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ പച്ച ലൈറ്റ് കിടുമ്പോൾ അറിയാം ഇത് തീർന്നെന്ന്. അപ്പോൾ എന്താണ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവ് കഴിയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും അവരുടെ വോയിസും ഫോട്ടോസും കാണിക്കാനുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ഇതിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ആദ്യം അവർ പറഞ്ഞ ഒരു സംഭവം അന്ന് കേൾപ്പിച്ചു തരാം. കുറേ ആത്മഹത്യയായിരുന്നു, കുറേ ആത്മഹത്യ. എത്ര ദിവസം ഇവർ ആത്മഹത്യ ചെയ്തെന്നറിയോ? ഞാനിവരെ പേടിച്ചായിരുന്നു ഇരുന്നത്. എന്താ വെച്ചാൽ ഇവർ കാണിക്കുന്ന ഓരോ ആത്മഹത്യകളും പ്രശ്നങ്ങളും ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ. അതൊന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പം ഇവിടെ വെക്കാം, നല്ല കേൾക്കുള്ളൂ. തനുവിനും സുനിത ചേച്ചിക്കും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് അവസാനമായിട്ട് ഇടുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്, പക്ഷെ അതിൽ ഒരു കള്ളത്തരം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ കള്ളത്തരം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പേരും വീട്ടുപേരും സ്ഥലപ്പേരും മാത്രമേ ഉള്ളൂ കള്ളത്തരം പറഞ്ഞത്. മറ്റേ ആള് എൻ്റെ സ്വന്തം ആള് തന്നെയാണ്. അത് ഞാൻ കള്ളത്തരം ചെയ്തു. പക്ഷെ നിങ്ങൾ എന്നെ ലൈവ് ഇട്ട് ചീത്ത വിളിക്കുകയോ കൊല്ലാക്കൊല ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ദയവായിട്ട് എൻ്റെ 3 പെൺകുഞ്ഞുങ്ങളുടെയും എൻ്റെയും ഫോട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫോട്ടോയോ പേര് വിവരങ്ങളോ ഒന്നും പറയരുത്. ഒരു കാര്യം കൂടി തനുവിൻ്റെ അടുത്ത് ഞാൻ പറയാം. ലോകം മൊത്തമുള്ളവർ തനുവിനെ ചീത്ത വിളിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തിനാ ഞാൻ അങ്ങനെ പേര് മാറ്റി മെസ്സേജ് അയച്ചതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ആ പേര് മാറ്റി എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതെന്ന് എനിക്ക് ഞാൻ കടന്നുപോയ അവസ്ഥയിൽ കൂടെ കടന്നുപോയൊരു പെണ്ണ് നല്ല രീതിയിൽ വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, ആ ഒരു തെറ്റ് ചെയ്തേര്. തനു നല്ല ബോൾഡായിട്ട് നിൽക്കണമെന്ന് മാത്രമേ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ദേവിയോട് തനുവിന് സ്നേഹമുണ്ടെങ്കിൽ എന്റെ മക്കളുടെ ഫോട്ടോ നിങ്ങൾ കാണിക്കരുത്. എന്നെ കാണിച്ചു, എന്നെ കുറ്റപ്പെടുത്തിക്കുക, എന്നെ വലിച്ചു കയറിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. ആ അഡ്രസ്സ് മാറ്റി പറഞ്ഞതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. നിങ്ങൾ കേസ് കൊടുത്തിട്ട് പോയാലും എനിക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ പോലും ആർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തന്നെ എന്റെ മക്കള് വെറുതെ വിട്ടേക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. 11 മണിയുടെ നിങ്ങളെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ജീവനോട് ഉണ്ടാകുന്ന പോലും എനിക്കറിയില്ല. ഇതിനിപ്പോ എന്റെ വിധിയായിരിക്കും. തനു വണ്ണം കുറയണം, തനു നല്ലതാവണം, തനു നല്ല ബോൾഡായിട്ട് വരണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും തനുവിനെ കുറിച്ച് ഈ ലോകം മൊത്തം തനുവിനെ വലിച്ചു കീറുന്ന പോലെ ഒന്നും ഞാൻ വലിച്ചു കീറിയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ മക്കളെ ഭർത്താവിനെ ഇതിനകത്ത് വലിച്ചഴിക്കരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചെയ്തത് തെറ്റാണെങ്കിൽ 2 പേരോടും മാപ്പ്. മാപ്പേ. അയ്യോ, അടുത്ത വേണ്ടേ? ഫോണേ ഓണാവ് പ്ലീസ്. ഓക്കെ. അപ്പം അടുത്ത കാര്യം എന്ന് പറയുന്നത്, അടുത്തേം കൂടെ കുറച്ച് ഇതുണ്ട്, നിങ്ങൾ കേൾക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോകരുതേ. തനുവിനും മോക്ക് നല്ലതേ വരൂ. തനു ഞാൻ മരിച്ചാലും എന്റെ പ്രാർത്ഥന ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ തന്നോട് തന്നത്. എന്റെ അസുഖം എനിക്ക് സ്ട്രോക്ക് വന്നത് ഒന്നും ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾക്ക് കേസ് കൊടുത്ത് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം. നിങ്ങൾക്ക് എന്റെ ഫോട്ടോ കൊടുക്കാം. പക്ഷെ എന്റെ മക്കളുടെ ഭർത്താവിന്റെ പേരോ ഫോട്ടോയോ മാത്രമേ നിങ്ങൾ കൊടുക്കരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞു. പക്ഷെ ഞാൻ മരിച്ചാലും ദേവുവിനും തനുവിനും നല്ലത് പറഞ്ഞാലും മാത്രമേ പ്രാർത്ഥിക്കൂ. വേറെ ഒന്നും പ്രാർത്ഥിക്കത്തില്ല.
സുനന്ദ ചേച്ചിയോടും പറഞ്ഞത് അങ്ങനെ ഒരു പേരും അഡ്രസ്സും ഞാൻ വെറുതെ പറഞ്ഞതിന് മാപ്പ് ചോദിക്കുന്നതായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. മരിച്ചു കളയാനാ തോന്നുന്നത്. ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു. പക്ഷെ എപ്പോഴേക്കും എന്റെ മനസ്സ് വല്ലാതെ ചിന്തിച്ചു പോയി. അത് നിങ്ങളെ ദ്രോഹിക്കാനെന്നുള്ള ഉദ്ദേശം കൊണ്ടൊന്നും അല്ല, അത്രമാത്രം. അത്രമാത്രം ദ്രോഹിക്കാനൊന്നുമല്ല. അവരെന്നെ സ്നേഹം കൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ, ബ്രദറിൻ്റെ ജീവിത സഹധർമ്മിണിയായി കൊണ്ടുപോകാൻ നോക്കിയത് തെറ്റല്ല. മൂന്നാമത്തത്, നിങ്ങളാരും പോവല്ല കേട്ടോ. ഞാൻ നാളെ രാവിലെ വിളിക്കാം, മെസ്സേജ് അയക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. പേടിച്ചിട്ടൊന്നും അല്ല തനുണ്ട്. പിന്നെ കേസിൻ്റെ നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ വരാം. എൻ്റെ ഫോൺ ഞാൻ അവിടെ ഏൽപ്പിക്കാം. പിന്നെ എൻ്റെ മോള് ഒരു ഈ തെറച്ചിയുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്നതിനകത്തൊന്നും ആ തെറച്ചിയുടെ മോനൊരു ഉടുപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടില്ലേ, അതിനകത്തുനിന്ന് നമ്പർ എടുത്ത് കോണ്ടാക്റ്റിൽ വെച്ചതാണ്. അന്നേരം ഒരു മിസ് കോൾ പോയി. അവർ തിരിച്ചു ഒരു മിസ് കോൾ ഇട്ടു. ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ സാർ അറിയുന്നത്, സാറിന് ഓച്ചറ സാറിൻ്റെ സ്റ്റേഷൻ പരിധിയിൽ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് നിഷ. ഇത് എൻ്റെ മരണമൊഴിയാണ് സാർ. ഇത് വ്യക്തമായി കേൾക്കുക. എനിക്ക് അവസാനമായിട്ട് സാറിനോട് പറയാനുള്ളത്, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഞാൻ തനൂജ CM എന്ന് പറയുന്ന സ്ത്രീയുടെ യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങിയത്. ആ സ്ത്രീയിൽ പലപ്പോഴും ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ സങ്കടങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ അവരെക്കുറിച്ച് നെഗറ്റീവോ മറ്റൊരു കാര്യങ്ങളോ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും നല്ല സ്നേഹമുള്ള നിൽപ്പ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ അവരുടെ ആദ്യ ഭർത്താവ് എന്ന് പറയുന്ന എന്തായുടെ പേര്, ജിനുവിനെയോ വീണയോ അവരെ പറയുന്ന മുന്താസിനെയോ ഷെബിന ബേബിയോ ഒന്നും എനിക്കറിയില്ല. ഒരു 5 വർഷത്തെ കോൾ ലിസ്റ്റ് എടുത്ത് സാർ നോക്കിയാലും എനിക്ക് അവരുമായിട്ട് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ മക്കളുടെ 1-2 സ്കൂൾ ഗ്രൂപ്പ് അല്ലാതെ ഇതിനകത്ത് വേറൊന്നും കിടപ്പുമില്ല. പക്ഷെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി സാർ. ഇവർക്കൊരു വിവാഹാലോചന വന്ന സമയത്ത് എൻ്റെ സഹോദരനും അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകനുമായ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആള് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവരെ വിവാഹം ആലോചിച്ചു. അതിലൊരു പ്രശ്നമെന്ന് പറയുന്നത്, ആലോചിച്ച കാര്യം അവർക്കറിയില്ലായിരുന്നു. ചേട്ടൻ ഡിവോഴ്സായി വേറെ നിൽക്കുന്ന സമയമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ചേട്ടൻ ആറ്റിങ്ങിലാണ് താമസിക്കുന്നത്. പക്ഷെ ഞാൻ ചേട്ടൻ നള്ളിക്കലാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥ കുടുംബ വീട് ഇവിടെ അമൃതാനന്ദമ്മയുടെ കസ്തൂർബായുടെ വീടിൻ്റെ അയലത്താണ്. ഈ 2 തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആദ്യം പറഞ്ഞു പോയ കള്ളം തിരുത്താൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ വേറെ കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നു. പക്ഷെ അതെല്ലാം ആ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കി ഒരു 7 മാസത്തെ സാവകാശം തന്നായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ പ്രപ്പോസൽ നല്ല രീതിയിൽ കൊണ്ടുപോയി അവർക്കൊരു ജീവിതം ഞാൻ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല. 2023 ജൂൺ മാസം 13-ാം തീയതി ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ മിസ്സിംഗ് ആയിട്ടുള്ളൊരു കേസുണ്ട്. കടുത്ത മാനസിക ഡിപ്രഷൻ കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അന്ന് അവിടെ ഇരുന്ന നിസാമുദ്ദീൻ സാറാണ് എൻ്റെ കേസ് അന്വേഷിച്ചതും എന്നെ കൊണ്ടുവന്നതും മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ. അങ്ങനെ മാനസികമായിട്ട് ചെറിയൊരു പ്രശ്നമുള്ള ആളാണ് ഞാൻ. അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിൽ എനിക്ക് സ്ട്രോക്ക് വന്നു. ഞാൻ നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ സാർ. പക്ഷെ അവര് ഇന്നലെ ഞാൻ ഓവർ മെഡിസിൻ കഴിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ അവര് സുനിത കാസിമും ഇവരും ലോകത്തിലെ മുഴുവൻ ആൾക്കാരും കാണി എന്നെ ലൈവിട്ട് മാറ്റുകയും എൻ്റെ പേരും എല്ലാം പറഞ്ഞ് എന്നെ പിടിച്ചു കീറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെബീന ബീബി എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫോൺ കോള് എൻ്റെ ഫോണിൽ വന്നത്, എൻ്റെ മകള് അവരിട്ടേക്കുന്ന നൈറ്റിയുടെ പോസ്റ്റ് കണ്ട് അതിനകത്തുനിന്ന് അവരുടെ നമ്പർ സേവ് ചെയ്യാൻ വേണ്ടി കോളിനൊക്കെ ചെയ്തതാണ്. എൻ്റെ മാനസികമായിട്ടുള്ളൊരു വെപ്രാളത്തിൽ അവരുടെ അത് കണ്ടപ്പോൾ ഞാൻ കരുതി അവർ ഇങ്ങോട്ട് വിളിച്ചതാണ്. പക്ഷേ അല്ല, എൻ്റെ ഫോണിൽ നിന്ന് അങ്ങോട്ടാണ് ഒരു കോള് പോയിട്ടുള്ളത്.
അതല്ലാതെ സാർ ഇവർ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഇവരുടെ മുൻ ഭർത്താവോ അവരുടെ ഭാര്യയോ ഒന്നും നമുക്ക് ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതെൻ്റെ ഒരു മരണമൊഴിയാണ് സാർ. ഞാൻ ഈ മെസ്സേജ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്കും ഈ തനൂജ CMന്റെ ഫോണിലേക്കും ഞാൻ ഫോർവേഡ് ചെയ്യുകയാണ്. അവർ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവ് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇവർ യൂട്യൂബ് ലൈവിട്ട് എന്നെ മാറ്റിയ കാര്യം. എൻ്റെ ഭർത്താവും മക്കളും നാളെ അതറിയുന്നതിന് മുമ്പ് അവരെ ഞങ്ങൾ 5 പേര് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഞാനൊരാളിത് തീരാവുന്ന പ്രശ്നമല്ലേ സർ. എൻ്റെ മരണത്തിന് ഒരു നീതി കിട്ടണം. എൻ്റെ മക്കൾക്ക് ആരുമില്ല സർ. തന്നോടെ ഞാൻ അത്രയും ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ചതാണ്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കൊരു ഇച്ചിരി സാവകാശം ചോദിച്ചു. പക്ഷെ അവർ തന്നില്ല. അവരുടെ അടുത്ത് ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിച്ച സർ, അവരെനിക്ക് തന്നില്ല. അവര് കരുതുന്നത് ഞാൻ അവരെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നാണ്. ഒരിക്കലും ഇല്ല സർ, ഒരിക്കലും ഇല്ല. ഇതെൻ്റെ ഒരു മരണമൊഴിയാണ്. നേരെ വിളക്കുമ്പോൾ ഞാൻ ജീവനോടുണ്ടാവില്ല. എൻ്റെ മക്കൾക്ക് അമ്മയിലുണ്ടായിപ്പോണ് സർ. എൻ്റെ മരണത്തിന് നീതി ഉറപ്പാക്കണം. എൻ്റെ മരണത്തിലെ 1-ാം പ്രതി സുനിത കാസിമും 2-ാം പ്രതി തനൂജ CMുമാണ്. പിന്നെ തനൂജ ബാങ്ക് വിളിക്കുന്നു സർ. എൻ്റെ മരണം അടുക്കാറായ സമയമാണ്. എനിക്ക് നീതി കിട്ടണം. നിങ്ങൾ കേട്ടോ, നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഇത് കേൾക്കണം. പിന്നെ ഈ 2 ദിവസം മുന്നേ ഇവരെനിക്ക് ഇതുപോലെ വാട്സപ്പിൽ വോയിസ് അയക്കും. എന്നിട്ട് ഇവരെ എന്നെ ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. പിന്നെ ഇവർ ഓപ്പൺ ചെയ്യും, ഇവരൊക്കെ പറയാനുള്ളത് പറയും, ബ്ലോക്ക് ചെയ്ത് പോകും. സുന്ദരി ചേച്ചി ഇന്നലെ പറഞ്ഞ കാര്യം സത്യമാണ്. സുന്ദരി ചേച്ചിക്ക് ഈ വാട്സപ്പിൽ ഈ വോയിസ് അയക്കും, ചേച്ചിക്ക് തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേൾക്കാതെ ഇവർ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. ഇനി ഈ 2 ദിവസം മുന്നേ നടന്ന കാര്യങ്ങളാണ്, കേട്ടോണം. ഇത് കുറേ നീളമുണ്ട്, എനിക്ക് സ്പീഡിൽ ഇങ്ങനെ വോയിസ് ആക്കി വിടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഇതൊന്ന് കേട്ട് നോക്കണം. ഇവരുടെ എന്താണ് ഇവരെ തിരക്കഥാകൃത്ത്, ഇവരെന്ത് നന്നായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്, ഒന്ന് കേട്ടോക്കണം. സുനിത ചേച്ചി ഇപ്പൊ ഈ മെസ്സേജ് ഇടുന്നത് ഭയങ്കര ഇടിക്കാത്ത ഇടുന്നുണ്ട്. കാരണം മെസ്സേജ് ഇടാനോ സംസാരിക്കാനോ അവര് സമ്മതിക്കത്തില്ല. ഞാന് അത്രത്തോളം ഞാൻ വിഷമിച്ചിട്ടേ ഇതായിരുന്നു. ഇവര് ലൈവിൽ നാത്തൂനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നില്ല. ഞാൻ അവരുടെ ലൈവ് എന്റെ ചേട്ടത്തിയുടെ ഫോണിൽ കൂടെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇഷ്ടം ഞാൻ ഒന്നിട്ടോട്ടെ, ഞാൻ വേറൊന്നും അല്ല പറയുന്നത്. ഇവരെ എന്താ അഭിനയാന്ന് എന്നറിയോ, അടുത്ത ആളുണ്ട് ഫോൺ പിടിച്ചു മേടിക്കാന്നൊക്കെ. പ്ലീസ് ഇത്ത ഒന്ന് ഞാൻ ഇട്ടോട്ടെ, പ്ലീസ് ഇത്ത, എന്റെ പൊന്നനീഷേ വാ കേട്ടോ. തനൂജ എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ച കാര്യങ്ങള് ഇന്നീ നിമിഷം വരെ ഞാന് ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ അവരെ ചതിക്കുന്ന സ്ത്രീയാണെങ്കിൽ ഷെഫീനയുടെ നമ്പറുകൾ എല്ലായിടും കിടപ്പുണ്ട്. ഷെഫീനയെ വിളിച്ച് കാര്യങ്ങൾ ഇന്ന പോലാണ് എന്നും പറഞ്ഞ് എനിക്ക് ആ മെസ്സേജുകളെല്ലാം അവർക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഷെഫീന അടുത്ത് കൊടുത്തിട്ട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയിക്കും. എല്ലാം ചെയ്യാം. പക്ഷെ ഞാൻ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. തനുവിന്റെ അമ്മയെ കുറിച്ച് എന്താണ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചത് എന്നുള്ള കാര്യം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ഒരൊറ്റ കാര്യം പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ബ്രദറിന്റെ അടുത്ത് ഒരു കല്യാണം ആലോചിച്ചാൽ ചേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കരുത്, അങ്ങനെ ഇങ്ങനെ മാറിയാ കൂടെയാ എന്നും പറഞ്ഞു. ഇതല്ല വേറെ ഏതൊരു ഈ എൻ്റെ സംസാരിച്ച് ചിലപ്പോൾ അയാൾ ഓക്കെ ആവുമായിരിക്കും. ഓക്കെ ആക്കി ഞാൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ തനൂജ എനിക്കൊന്ന് ഫോട്ടോ കാണാം, വെപ്രാളം ഫോട്ടോ, അയ്യോ ആള് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ തനുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തനൂജ എന്നല്ല തനു എന്നാ വിളിക്കുന്നത്. തനു പിന്നെ ഈ ഒരു ഇത്ര സീരിയസ് ആണ്, എനിക്ക് കുറച്ച് സമയം വേണം അവിടെ. എനിക്കൊരു അത് എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം. മനസ്സിലായോ? ഞാൻ എൻ്റെ ചേട്ടനോട് അനുവാദം ഇല്ലാതാണ് ഇതെന്നുള്ളത് എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു 7 മാസത്തെ സമയം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ, എൻ്റെ വല്യമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ് എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷപ്പെടട്ടെ മോളെ എന്നുള്ള ഒരൊറ്റ ഇതിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സംസാരിച്ച സമയത്ത് തനൂജ എന്നോട് ഇങ്ങോട്ട് പറയുന്നത് എൻ്റെ ഫോണിൽ വളരെ വളരെ വ്യക്തമായിട്ട് കിടക്കുകയാണ്. ആ സെക്കൻഡിൽ സുനിത ചേച്ചി ഞാൻ പറയുന്നത് കള്ളമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് തിങ്കളാഴ്ച വരാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഈ പറയുന്ന ബ്രദറിന് വെള്ളിയാഴ്ചയെ സമയമുള്ളൂ. എനിക്ക് അയാളെ കൂടെ കൊണ്ടുവരണം നിങ്ങളുടെയൊക്കെ മുമ്പിൽ.
മനസ്സിലായോ? പിന്നെ വേറൊരാളെ കൂടെ കൊണ്ടുവരണം. ആ ആളെ കൊണ്ടുവരണ്ടേന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഈ ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങളുടെ സത്യം, ഞാൻ ചെയ്ത തെറ്റ് തെറ്റാണെന്ന് ഞാൻ പറയും, പക്ഷെ ആ സത്യങ്ങൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഒരാളെ കൂടെ കൊണ്ടുവന്നു. കാരണം നമുക്ക് ഷെബീനയെ വിളിച്ചിട്ട് ഷെബീനയുടെ ലൈവിൽ പോയി പറയാനോ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവരിൽ കൂടെ തെളിയിക്കാനൊന്നും പറ്റത്തില്ല. അതിന് പറ്റിയ ഒരാളുണ്ട്. നിങ്ങൾ ആരും വിചാരിക്കുന്ന ഒരാളല്ല, യൂട്യൂബർമാരെന്നല്ല, പക്ഷെ അയാളെ കൂടെ കൊണ്ടുവരണം. അയാളുടെ സമയം കൂടെ നോക്കിയിട്ട് ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ചേട്ടന്റെ സമയം പറയുന്ന പോലെ വെള്ളിയാഴ്ച. ചിലപ്പോൾ എന്റെ ഭർത്താവ് എന്നെ വേണ്ടാന്ന് വെക്കുമായിരിക്കും. ഞാൻ എവിടെയെങ്കിലും ഞാൻ ജോലി ചെയ്ത് എന്റെ അമ്മാവിയപ്പനും അമ്മാവിയമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നീ അവിടെ വന്നിരുന്നോ, നിന്നെ മരിക്കും കാലം വരെ വാപ്പ ഇവിടെ നിറക്കി വിടത്തില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് കേൾപ്പിച്ചു തരാം. ഈ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞ സമയത്ത് തനു എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, തനു ഇത്ര നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ, തിരക്കാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ സുനിത ചേച്ചി പറഞ്ഞ പോലെ വേറെ 2-3 ആലോചനകൾ ഉണ്ടല്ലോ, നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയെന്ന് പറഞ്ഞ തനൂജ വ്യക്തമായിട്ട് അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞ ചേച്ചി, നിങ്ങൾ അവിടെ വെച്ച് എന്നെ ഈ ലോകത്തിന്റെ മുമ്പിൽ നാട്ടിക്കളഞ്ഞ. ആ പെണ്ണ് പറഞ്ഞാണ് അത് സുനിത ചേച്ചി കള്ളം പറഞ്ഞതാണ്. സുനിത ചേച്ചി, എനിക്ക് ചേച്ചിയും പിന്നെ തനൂജയും തമ്മിൽ അടിച്ചു പിരിയണ്ട. എനിക്ക് ചേച്ചി തനുവിന് ഇപ്പൊ കൊടുക്കുന്ന കാരണം ഇപ്പൊ ആരുമില്ലാതെ എനിക്ക് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുമോ, എന്റെ മക്കൾ ഇനി എന്റെ കൂടെ കാണുമോ, എനിക്ക് ആരെങ്കിലും കാണുമോ, എന്റെ അച്ഛനും അമ്മയും ഇതെല്ലാം അറിയുമ്പോ എന്നെ വന്ന് എന്റെ എല്ലാരും അറിഞ്ഞു, പക്ഷെ അവരെന്നെ തിരക്കി വരുമോ, എനിക്കൊരു ഇത് അവര് തരുമോ എന്നുള്ള ഒരു ഒറ്റ മിനിറ്റ്, സ്ലോ അങ്ങ് പോകണ്ട. ഇവരെന്നോട് പറഞ്ഞ ഇവര് മുസ്ലിമായ നിസാമിനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇവരെ കുടുംബത്ത് വരെ കയറ്റത്തില്ല എന്നാ, പടിയടച്ച് പിണ്ടം വെച്ച പോലെയുള്ളത്. ആങ്ങളയുടെ കല്യാണത്തിന് ആങ്ങളയുടെ വൈഫ് പറഞ്ഞു, ഈ നിങ്ങളെ പെങ്ങള് വരിക വെച്ചാൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കത്തില്ല എന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. ഇവരുടെ അമ്മ നിങ്ങാണ്ട് ഇവരെ വീട് പണിക്ക് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് അതുവരെ ഇവര് വിളിച്ചു പറഞ്ഞപ്പോ ഇവര് ഹസ്ബൻഡ് തിരിച്ചു കൊണ്ട് കൊടുത്തു. അത്ര പോലും ഇവര് മരിക്കാനായ ഒരു സ്റ്റേജിൽ കിടന്നപ്പം പോലും വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയില്ലാന്ന്. ആ സ്ത്രീയാണ് ഇപ്പൊ പറയുന്നത് ഇവരുടെ വീട്ടുകാര്. ഒരു മിനിറ്റ് കേട്ടോ, അത് കേട്ടോണം. ഒറ്റപ്പെടലിന്റെ ഒരു വേദന ഇപ്പൊ എന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചേച്ചിട്ട് പറയാം, തനൂജ പറഞ്ഞാണ് ചേച്ചി കള്ളത്തരം പറഞ്ഞാണ്, മനസ്സിലായോ? ചേച്ചി കള്ളത്തരം പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ മോശക്കാര്. തനൂജ ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് തനൂജ അല്ലാതെ വേറെ ചേച്ചിയെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ചേച്ചിയെ മോശം ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചി 25,000 രൂപ ശമ്പളം തരുമെന്ന് തനൂജ പറയുന്നത് എന്റെ അടുത്ത് തനൂജ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി 25,000 രൂപ സാലറി തരുമെന്ന്. എനിക്ക് 25,000. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, തനു താമസിക്കുന്ന വീട് അത് 15,000 അങ്ങാണ്ട് പറഞ്ഞു. പിന്നെ കൊച്ചിന് വണ്ടി ഫീസ് എന്തൊക്കെയോ തനു പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഈ എത്ര തുച്ഛമായ കാശല്ലേ ബാക്കി വരുന്നുള്ളൂ തനു. അതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു? ഞാൻ ഇതെല്ലാം കറക്റ്റ്. കാരണം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ലോകം മൊത്തം കേൾപ്പിച്ചു. എനിക്ക് പറയാനുള്ളത് എനിക്ക് ലോകം മൊത്തം കേൾപ്പിക്കാൻ എനിക്ക് യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയാസ് ഒന്നും എന്റെ കയ്യിലില്ല. എനിക്ക് ചേച്ചിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ കേൾപ്പിക്കാൻ. കാരണം ചേച്ചിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു മോശക്കാരിയായിട്ട് സംസാരിക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല ചേച്ചി, ഞാനൊരു തെറ്റ് ചെയ്ത് എന്റെ നാത്തൂൻ എന്ന് തനൂജ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ തനുവിന്റെ ആരുമല്ല. തനുവിനെ ചീറ്റിക്കോ പിന്നെ എന്താണ് പറ്റിക്കുകയോ ഒക്കെ ചെയ്ത തനുവിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയുന്ന കൂട്ട് കള്ളിയും അഭിനയിക്കാൻ അറിയാവുന്നവള് ഒരുത്തി. തനൂജയാണ് അഭിനയിക്കാൻ അറിയാവുന്ന നടി. തനൂജ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും. എനിക്ക് തനുവിനെയും ദേവുവിനെയും അനാഥരാക്കിയിട്ട് എനിക്കൊന്നും ആരുടെടുത്തൊന്നും കിട്ടാനില്ല. മനസ്സിലായോ ചേച്ചി? എനിക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കാര്യമായിട്ട് പറഞ്ഞു. ഞാനിപ്പോ ഈ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ തനു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തനു ഒരാളോട് സംസാരിക്കുമ്പോൾ സംസാരിച്ച് തനു അറിയാതെ കുറെ കാര്യങ്ങൾ പറയും. പിന്നെ തനുജ സമ്മതിക്കത്തില്ല, അങ്ങനല്ല ഇങ്ങനല്ല. എന്റെ ഫോണിൽ കിടപ്പുണ്ട് ആ കാര്യം. അതിനകത്ത് തനു എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, ഈ കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പറ്റിച്ചതാണെന്ന് വരുത്തില്ലേ, അങ്ങനെ ഇനി പറയാൻ പറ്റുമോ എന്ന്. മനസ്സിലായോ? എനിക്ക് അതൊക്കെ കൊണ്ടുവന്ന് ഷെബീനയുടെ കയ്യിലോ മുംതാസിന്റെ കയ്യിലൊക്കെ കൊടുത്ത ചേച്ചിയുടെ അവസ്ഥ എന്താന്ന് പറയും. പക്ഷെ ഒരു കാര്യം മാത്രം, നിങ്ങളൊക്കെ ഞാൻ അറബ് പഠിച്ചിട്ടില്ല, എനിക്ക് മക്ക അറിയത്തില്ല, എനിക്ക് പ്രവാചകനെ അറിയത്തില്ല. എന്റെ ഹസ്ബൻഡ് 5 നേരവും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരാളാണ്, ഇവിടുത്തെ ഉമ്മയെ നിസ്കരിക്കുക, അങ്ങനെയൊക്കെ എനിക്കറിയത്തുള്ളൂ. ആ ഒരു സാക്ഷ്യം വെച്ചിട്ട് ഞാൻ പറയുക, എനിക്ക് തനുവിനെ ചതിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് താല്പര്യമില്ല. അവരെ വേറെ രീതിയിലൊന്നും ഉപദ്രവിക്കാൻ. പക്ഷെ എന്റെ നിരപരാധിത്വം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് തെളിയിക്കും. എനിക്ക് അതിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല ചേച്ചി. ഞാനത് വന്ന് തെളിയിക്കുകയും ചെയ്യും. എന്റെ ഭർത്താവ് ചിലപ്പോൾ എന്നെ ഇനി വേണ്ടാന്ന് വെക്കാം. എന്നോട് സ്നേഹം, എനിക്ക് മെഡിസിൻ ഇന്നലെ മരുന്ന് തീർന്നപ്പോൾ എടുത്തോണ്ട്. പക്ഷെ ഈ ചെയ്ത ഒരു കാര്യം ഉണ്ടല്ലോ,
അങ്ങേര് ചെയ്യണ്ട എന്ന്, അങ്ങേർക്ക് താല്പര്യമില്ല, ആ സ്ത്രീയോട് സംസാരിക്കണ്ട, എനിക്കിഷ്ടമല്ല നിഷേധം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തതിനുള്ള ദേഷ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ പോലും, ചേച്ചി ഒന്ന് ആലോചിച്ചൊക്കെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 ഇരട്ട മക്കളാണ്. അവർക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ എൻ്റെ അടുത്ത് പോലും വരാതെ പിണങ്ങി മാറിയിരിക്കുന്നൊരവസ്ഥയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് എവിടെയോ പാത്തു പോയി ഒളിച്ചിരിക്കുന്നു. നിങ്ങളെയും തനൂജയെക്കാണ് ഭീകരമായ അവസ്ഥയിൽ പോകുന്ന ഒരാളാണ് ഞാനിപ്പോ. മനസ്സിലായി ചേച്ചി? അതുകൊണ്ട് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഞാൻ വന്നിരിക്കും. എന്റെ ഫോണിൽ ഞങ്ങൾ സംസാരിച്ചതും ചേച്ചി കേൾക്കുക, എന്നിട്ട് ചേച്ചി തീരുമാനിക്കുക ഞാൻ എന്നെ കൊല്ലണോ അതോ എന്നെ ഇനിയും എന്തെങ്കിലും ചെയ്യണം. എല്ലാവരും തനൂജ വീഡിയോ ഇടുകയോ ഇടാതിരിക്കും എന്തെങ്കിലും മനസ്സിലാക്കി. സ്വന്തം അമ്മയുടെ കാര്യം തനൂജ വരെ പറഞ്ഞത് എന്റെ ഫോണിൽ കിടക്കണം. എനിക്ക് തോന്നി ഇത് ശരിയാവത്തില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ശരി, എന്റെ ചേട്ടൻ ഞാൻ നിങ്ങൾക്ക് അങ്ങേരെ നേരിട്ട് നിങ്ങളടുത്ത് സംസാരിക്കട്ടെ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ അവര് നാത്തൂനെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവരെ പറ്റിച്ചതാണെന്നാണ് ലോകം മൊത്തം പറയുന്നത്. അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ, ഇനി ഇങ്ങനെ ഒരു കാര്യമേ ഇല്ല. മനസ്സിലായില്ലേ? തനൂജ വിളിച്ച് സാറിന്റെ അടുത്ത് തനൂജ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പോലീസ് ഓഫീസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞാനൊരു സ്ട്രോക്ക് വന്ന് 1 അല്ല 2 പ്രാവശ്യം എനിക്കിപ്പോൾ സ്ട്രോക്ക് വന്നത്. എനിക്ക് കരളിന് വലിപ്പക്കൂടുതലിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് ഞാൻ തീർന്നു എപ്പോഴേ പോകണ്ടേ. പക്ഷെ ഈ ആയുസ് എന്ന് പറയുന്നതും കല്ലേ വെച്ച് കുത്തിച്ചതച്ചാലും പോകത്തില്ല. ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഇതൊരു അറുതി വന്നിരിക്കും. പക്ഷെ അന്ന് നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എൻ്റെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കും. കാരണം എൻ്റെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അത് ടീച്ചർ വരെ എന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അതുകൊണ്ടാണ്. എന്തോന്ന് അറിവ് വരുത്താനോ? എനിക്ക് മനസ്സിലായില്ല. അടുത്തേം കൂടെ കേൾപ്പിച്ചേരാവേ, കുറെ ഉണ്ടെന്നേ. ഇതാണ് കേൾക്കേണ്ടത്. ഞാൻ ഇത്രയ്ക്ക് മെസ്സേജ് അയക്കുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട്. അത് ഇത്താടെ എത്തിക്സിനും ലോജിക്കിനും ഒക്കെ കറക്റ്റ് ആകുമോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇത്താട് പറയാൻ തോന്നി. എൻ്റെ വീട്ടുകാരും എൻ്റെ ഭർത്താവും, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇവിടെ ഉണ്ട്, എല്ലാവരും പറഞ്ഞത് അവരോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട, നമുക്ക് നോക്കാം അവര് എന്താണ് ചെയ്യുന്നത്, എന്താണ് തീരുമാനം എന്നുള്ളത്. നമ്മൾ ഒരു വക്കീലിനെ പോയി കണ്ട് സംസാരിച്ചു. അത് വേറൊന്നുമല്ല, തനൂജ ഒരു കേസ് കൊടുത്തെന്ന് പറഞ്ഞിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, എന്താണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള വക്കീൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഹോസ്പിറ്റലായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് 1 വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഇടത് ചുണ്ടും ഒരു മുഖവുമാണ് ഓടിപ്പോയത്. അതൊരു 23 ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ ഫേസ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്ത് അത് കറക്റ്റായി വന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് സ്ട്രോക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അത് വന്ന് കറക്റ്റ് 42ാമത്തെ ദിവസമാണ് എനിക്ക് 2ാമത്തെ സ്ട്രോക്ക് വരുന്നത്. ആ സ്ട്രോക്ക് വരുന്ന സമയത്ത് എൻ്റെ ഇടത് കൈയും ഇടത് കാലും ഇതുപോലെ തന്നെ മുഖവും വലത്തോട്ട് ഓടിപ്പോവുകയും ചെയ്തിരുന്നായിരുന്നു. അപ്പം മുഖം ശരിയായി കൈയും കാലും ഒക്കെ നമ്മുടെ പാലിയേറ്റീവ് കെയറിലെ അവരാണ് വന്ന് എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് ശരിയാക്കി തന്നത്. ഞാനൊരു പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്ത പേഷ്യൻ്റ് കൂടാണ്. അവരെല്ലാ മാസവും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടാണോ എന്തോന്ന് അറിയത്തില്ലായിരുന്നു. എനിക്ക് മോഷൻ പോകുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ കളർ വ്യത്യാസവും ബ്ലീഡിങ്ങും ഒക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഞാനത് RSSൻ്റെ ആണ്, ഈ ചിക്കൻ കഴിക്കുന്നതിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് കുറേ നാളുകൊണ്ട് ഈ കോട്ടുക വരിക, ഏമ്പക്കം വരിക, എന്തെങ്കിലും ഒരു ഇച്ചിരി ഭക്ഷണം ചെല്ലുമ്പോൾ തന്നെ വയറങ്ങ് പേടിയൊന്നുമില്ല. എനിക്കിപ്പോൾ ഭയമോ പേടിയൊന്നുമില്ല. അതിന് ഞാൻ എത്തടുത്ത് വരണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കുറേ കാര്യങ്ങൾ അല്ലാതെ എനിക്ക് തനൂജ എവിടെയെങ്കിലും കൊണ്ടിട്ട് നാട്ടാനോ അല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയെ ഒന്നും പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. പക്ഷെ എനിക്കൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തനൂജയുടെ ഒരു അന്തം കമ്മി ഫാനായിരുന്നു. ഈ ഒരു വാക്ക് നിങ്ങൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ, തനൂജയുടെ അന്തം കമ്മി, തനൂജയുടെ അന്തം കമ്മി, ഇങ്ങനെയൊക്കെ പറയുന്ന ആരൊക്കെയാണെന്നൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി. ഇവർ പറയുന്ന, ഞാൻ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് അടിച്ചെന്ന് വെച്ചാൽ കുറേ ഉണ്ടെന്നേ, നിങ്ങൾ ആരും ഇത് കേട്ട് നിൽക്കില്ല. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റഡ് നാടകമല്ലേ. ബാക്കി കേട്ടോ. തനൂജയാണ് ശരി, തനൂജയും മോളുമാണ് ശരി വാക്ക്. പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി അവർ ശരിയല്ല എന്നുള്ളത്. അതെന്ന് വെച്ചാൽ അവർ മോശക്കാരെയാണെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അത്
നമ്മൾ അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ സംസാരം കഴിഞ്ഞിട്ട് അവർ പറയുന്നത്. കാരണം അവർ ഞാനുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇരുന്ന് ഞങ്ങൾ ഭയങ്കര തമാശയോടുകൂടി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞതാണ്. കാരണം എൻ്റെ അമ്മ നാളെ ഹോസ്പിറ്റലിൽ പോകാൻ എൻ്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. എൻ്റെ അച്ഛനും വരുന്നുണ്ട്, അമ്മയും വരുന്നുണ്ട്. ഇക്കാടെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി ഞങ്ങൾ 5-6 പേരോടാണ് പോകുന്നത്. അവിടെ അഡ്മിറ്റ് ആക്കുമോ, സർജറി വേണമെന്നൊന്നും അറിയത്തില്ല. നാളെ എല്ലാം അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർമാർ കണ്ടിട്ടേ അറിയത്തുള്ളൂ. എനിക്ക് ഇത്തടുത്ത് വരുന്നതിൽ ഇത്തിരി താമസമുണ്ട്. ഞാൻ കുറേ നാളത്തേക്ക് ഈ ഒരു വിഷയത്തിനകത്തുനിന്ന് മാറി നിൽക്കുകയാണ്. പിന്നെ എന്നിട്ട് എനിക്ക് ചികിത്സ ഒന്ന് നടത്തണം. അതെന്ത് അസുഖമാണെന്ന് അവർ പറഞ്ഞാലും ആ ചികിത്സ ഒന്ന് നടത്തി എടുക്കണമെന്നൊരാഗ്രഹം. അത് എത്ര എനിക്കറിയില്ല. ക്യാൻസർ സെന്ററിലോട്ട് പോകാൻ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത്താക്ക് അതിനു മുമ്പ് എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇത്താക്ക് വരാം. ഞാനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, സംസാരിക്കാം. എൻ്റെ ഫോണിലുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ ഇത്താക്ക് കേൾപ്പിച്ച് തരാം, എല്ലാം ചെയ്യാം. എൻ്റെ വീട്ടുകാർക്കും, അതായത് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും ഇത്ത വരുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ, എല്ലാവരുടെയും ഫോണിൽ എല്ലാവരും അതെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാനന്ന് ഇക്കാലത്ത് ചോദിച്ചു, ഞാൻ ഇതെല്ലാം സുനിത ചേച്ചിക്ക് അയച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു വേണ്ട, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നേരിട്ട്, അല്ലെങ്കിൽ അവര് എന്തോ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ പറയുന്നത് കേട്ട് ഇത്ത പറഞ്ഞെന്ന് പറഞ്ഞു, പാത്തു കുറച്ച് ദിവസമെങ്കിലും സമാധാനമായിട്ടൊന്ന് ഉറങ്ങി, ഒരാഴ്ചക്കുള്ളിൽ കണ്ടുപിടിക്കുന്നിട്ട് ഞാൻ അവിടെ വരും. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ വഴക്ക് പറയടാ, വയ്യായിരിക്കുന്ന പെണ്ണെങ്കിലെത്തി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവന് ടെൻഷൻ അടിപ്പിച്ചല്ലേ ബീക്ക് പറയട്ടെ. അതൊന്നും വിഷയമല്ല. വരുന്നെങ്കിൽ ഇത്ത വരുമോ, എന്ത് വെച്ചാൽ ഇത്താക്ക് ചെയ്യാം. ഞാൻ അഭിനേത്രിയാണെന്നും ഭയങ്കര കള്ളിയാണെന്നും ഭയങ്കര സാധാരണമാണെന്നും ഒക്കെ പറയുന്നു. ഇത്താക്ക് എന്നെ നേരിട്ട് വന്ന് കാണണമെങ്കിൽ കാണാം, ഇത്താക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഞാനും എൻ്റെ ഫാമിലിയും തനൂജ എവിടെയും കൊണ്ടിട്ട് ആരുടെയും മുമ്പിലിട്ട് വലിച്ചു കീറാൻ കൊടുക്കത്തില്ല. അത് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. കാരണം യൂട്യൂബ് ഒന്നും നമ്മുടെ ഇതിലുള്ളതല്ല. പക്ഷെ വക്കീലിനെ പോയി കണ്ട് സംസാരിച്ച് വക്കീൽ പറഞ്ഞു വെറും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്, പേടിക്കാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും അവരാണ് ആദ്യം ഒരു കേസ് കൊടുത്തിട്ടേക്കുന്നതെന്ന് പറയുന്നല്ലോ. എന്നെ വിളിച്ചത് ഒറിജിനൽ പോലീസാണെന്ന് ട്രൂ കോളറിൽ അടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ഞാനപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ഞാൻ ആരെക്കുറിച്ചും ഇക്കായെക്കുറിച്ചും ഒന്നും മോശം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇക്കാടെ ലൈവുകളിൽ വന്നിട്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് ഞാൻ തിരുത്തി പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് വന്നു. ഞാൻ എൻ്റെ ചേട്ടൻ അത് തള്ളിക്കളഞ്ഞ പോട്ടെ എന്ന് ചേട്ടൻ എല്ലാവരും എന്നെ ആദ്യം വഴക്ക് പറഞ്ഞ മൊത്തം ആളുകളും ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ഞാൻ എന്തിൻ്റെ പേരിലാണെങ്കിലും തനൂജയെ പോലെ ഒരാളെ എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി ആലോചിച്ചെന്ന് വളരെ തെറ്റാണ്. വളരെ തെറ്റായി. അതെൻ്റെ മനസ്സിലൊരു ഇനിയിപ്പോൾ ഞാൻ മരിച്ചു പോയാലും ഞാൻ അങ്ങനെ തെറ്റ് എൻ്റെ ചേട്ടനോട് ആങ്ങളയോട് ചെയ്തില്ല. ആരും ഇല്ലായിരുന്ന സമയത്ത് എന്നെ നോക്കി വളർത്തി എൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ അങ്ങനെ ചെയ്തില്ല. ചേട്ടൻ അടുത്ത മാസം 50 വയസ്സാകുന്നു. ഇന്ന് രാവിലെ എന്നെ വന്ന് കണ്ടപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് 50 വയസ്സാകുന്നു മോളെ, അടുത്ത മാസം ഇനിയും ഇതൊക്കെ അങ്ങ് കളഞ്ഞേരെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടെയാണ് കൂടെയാണ്, നീ പോയിട്ട് വാ എന്നും പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ നാളെ വെളുപ്പിനെ എങ്ങാണ്ട് അവിടെ OP നിന്നാലേ ഡോക്ടറെ കാണാനുള്ള ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മറ്റിടത്ത് നിന്ന് ഇപ്പോൾ കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റെഫറൻസ് ലെറ്റർ അവർ എഴുതി തന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ടെല്ലാം ഞാൻ പോവുകയാണ്. ഇത്ത പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇവിടെ ഇക്കാടെ വാപ്പ ഇത്തിരി കറാമത്തുകളൊക്കെ ഉള്ള ആളാണ്. കാരണം ഈ വെറ്റ് ഓതി കൊടുക്കുക, നൂല് കെട്ടിത്തരിക, അങ്ങനെ വാപ്പ 2-3 ദിവസം കൊണ്ട് ഐക്കലുണ്ടാക്കി എനിക്ക് കഴുത്തെ കെട്ടിത്തന്നു. ഇത്ര ആത്തീബ് വാപ്പ പള്ളിയിൽ പോകുന്ന അവരെ കോച്ചിട്ട് ഇപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായി. ഉമ്മ എന്തെങ്കിലും ദേഷിച്ച് തലയത്ത് വീടാൻ നടക്കുന്നതിനോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിസ്കരിക്കാത്തതിനോ എന്തെങ്കിലുമൊക്കെ ഉമ്മ ദേഷിക്കുക, വഴക്ക് പറയുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും അവർക്കൊക്കെ എന്നോട് എന്ത് സ്നേഹമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവർക്കെല്ലാം എന്നോട് നല്ല സ്നേഹമാണ്. അല്ലെങ്കിൽ ആരും എനിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കത്തില്ലല്ലോ, എനിക്ക് വേണ്ടി ഇങ്ങനൊന്നും ആരും ചെയ്യത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് വരികയാണ്. ഇക്കാൾക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ എന്നോട് ഇത്തിരി കരുണ കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. അത് എല്ലാം പടച്ചവൻ്റെ കയ്യിലാണ്. ആരെന്ത് ചെയ്താലും അത് റബ്ബ് കാണുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയാണെന്നുള്ളത് പോലും.
ഞാൻ അതുകൊണ്ട് തനൂജയ്ക്ക് ഞാൻ ഒരിക്കലും ഒരു മെസ്സേജ് അയച്ചിട്ടോ ഇനി തനൂജ വിളിച്ചിട്ടോ ഞാൻ ഒരിക്കലും എൻ്റെ മരണം വരയ്ക്ക് ഞാൻ തനൂജയുടെ അങ്ങോട്ടൊരു കാര്യത്തിന് ഞാൻ പോവുകയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആ വിഷയം മറക്കുകയാണ്. കാരണം എൻ്റെ BP ഒന്ന് കുറയണമെങ്കിൽ ടെൻഷനകത്തുനിന്നൊക്കെ മാറി നിൽക്കണം. അതുകൊണ്ട് ഈ ഫോൺ എനിക്ക് ആരും ചാർജ് ചെയ്ത് തരത്തില്ല. പിന്നെ ഈ ഫോൺ ഇന്ന് തൊട്ട് വീട്ടിലിട്ടിട്ടായിരിക്കും പോകുന്നത്. കാരണം എൻ്റെ കൊച്ചാൾക്കാർക്ക് രണ്ടുപേർക്കും മൊബൈലില്ല. മൂത്ത ആൾ ചോദിച്ചാൽ കൊടുക്കത്തില്ല. അപ്പം അവർ ഈ ഫോൺ വെച്ച് യൂട്യൂബ് കാണുമോ ഇൻസ്റ്റാഗ്രാം എടുത്തതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് കൊടുത്തു. അപ്പം അതിനകത്ത് കയറി ഇരിക്കുകയോ നോക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അഡ്മിറ്റ് നാളെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും എൻ്റേതായിട്ടുള്ളൊരു കാര്യത്തിനായിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ വരുന്നതിന് മുമ്പ് ഇത്തായിക്ക് വരണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം. ഞാൻ ഉള്ള സമയത്താണെങ്കിൽ അങ്ങനെ, ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇവിടെ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മായും വാപ്പായും ഇക്കാടേതായിട്ടുള്ള എല്ലാ ആൾക്കാരും, പിന്നെ ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ടാണ് എൻ്റെ 2.5 അല്ല ഒരു 12-20 പോയിന്റ് അപ്പുറത്ത് മാറിയിട്ടാണ് എൻ്റെ വീടും എൻ്റെ ആൾക്കാരും എല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് അവരൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും വിളിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വിളിച്ച് അവരും വരികയും ഒക്കെ ചെയ്യും. അതിൽ ഇത്ത പേടിക്കേണ്ട, വരുന്നെങ്കിൽ ഇത്താക്ക് ധൈര്യമായിട്ട് വരാം. ഇത്തായി ആരും ഒന്നും പറയുകയോ എടുക്കുകയൊന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്താക്ക് വരിക എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ താണ്ട് ഈ മെസ്സേജ് ഇട്ടിട്ട് ഇനി ഞാൻ മെസ്സേജ് ഒരിക്കലും അങ്ങോട്ട് ഞാൻ ഇത്താക്ക് എപ്പോഴെങ്കിലും വരുന്ന ഒരു സമയത്ത് മാത്രമേ ഞാൻ ഇനി ഇത്താക്ക് മെസ്സേജ് അയക്കത്തുള്ളൂ. ആരുടെയും ചാനലൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാം ബ്ലോക്ക് ചെയ്ത് എൻ്റെ ഫോണിൽ നിന്ന് മാറ്റിയിട്ടുള്ളതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് എനിക്ക് യൂട്യൂബ് നോക്കാൻ തരത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇത്ത ഒരു എന്നെ ശത്രുവായിട്ടോ ഞാൻ കാരണം ഞാൻ മോശം ഒരിക്കലും ഒരിടത്തും എന്ന് പറഞ്ഞിട്ടില്ല. ശത്രുവായിട്ടോ മിത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഇത്തയുടെ മനസ്സിൽ എന്നെ കൊണ്ടു നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ഞാനൊരു ഒരു ഒരു മുതിർന്ന സ്ത്രീ എന്നുള്ളത് ഉള്ള ഒരു ബഹുമാനത്തോടു കൂടി തന്നെ ഇപ്പോഴും തന്നെ മെസ്സേജ് അയച്ച് വെച്ചിട്ട് പോവാണ്. ഒരിത്തിരി ഞാൻ എന്താണ് എൻ്റെ അസുഖം എന്നതിലേക്ക് ഞാൻ അടുത്ത് വരുമ്പോൾ എനിക്കൊരിത്തിരി സമാധാനത്തോടു കൂടിയെങ്കിലും കുറച്ച് ദിവസമെങ്കിലും ഇത്ത പറഞ്ഞ പോലെ കുറച്ച് ദിവസമെങ്കിലും ആ സമാധാനത്തോടു കൂടി എനിക്കിരിക്കാൻ ഇത്തായിട്ടൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിച്ചു പോവുകയാണ്. പിന്നെ പ്രാർത്ഥനകളിൽ എൻ്റെ പേര് ചേർത്ത് എനിക്ക് ദുആ ചെയ്യണം. 3 മക്കളാണ്. മൂത്താൾ 5 മാസം കൂടെ കഴിഞ്ഞ് MBBS പോകുന്ന നിൽക്കുകയാണ്. അപ്പം അയാൾ അതൊന്നും ആയിക്കാണുമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അതിനെനിക്ക് ആയുസ് നീട്ടിത്തരണേ. ഇത്തയുടെ ദുആകളിലും റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഞാൻ ഫോൺ വെച്ചിട്ട് പോവെത്താം. നന്ദി, നമസ്കാരം ഇത്ത. കഴിഞ്ഞേ. ഇത് ഞാനൊരു സംഭവം പറഞ്ഞു, തനുജ പറഞ്ഞെന്ന് പറയുന്നില്ല. അതെന്താന്ന് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇവര് പറഞ്ഞു നിങ്ങൾക്ക് വേറെ 2 കല്യാണാലോചന വന്നിട്ടില്ലേ, അപ്പൊ ഏട്ടൻ പറഞ്ഞു അത് നോക്കിക്കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അതിന് മുന്നേ ഇവർ ഓരോ സംശയങ്ങൾ തോന്നിയപ്പോൾ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഇവരുടെ കല്യാണം സീരിയസ് ആണോ എന്നറിയാം. അത് സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇവര് കൊണ്ടുവന്ന ആലോചന സീരിയസ് തന്നെയാണോ എന്നറിയാൻ തനു നീ ഇങ്ങനെ ചോദിച്ചു നോക്ക്, വേറെ 2 ആലോചന വന്നിട്ടുണ്ട്, അത് ആ കാര്യം ഒന്ന് പറഞ്ഞു നോക്ക് അവരോട്. അപ്പം അറിയാം ഇത് ഇവരുടെ സീരിയസ് ആയിട്ടുള്ള ആലോചന അല്ലേ എന്നുള്ളത്. അവരെന്താ പറയുന്നത് നീ നോക്കുന്നെന്ന്. അന്നേരം ഞാൻ അവരോട് പറഞ്ഞു, അന്നേരം തനു അങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ആലോചന വന്നിട്ടില്ലേ, എന്നാൽ അത് നോക്കിക്കോ എന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല, അത് കള്ളോ. അങ്ങനെ ഞാൻ തനു അങ്ങനെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ കൊണ്ടുവന്ന ആലോചന സീരിയസ് ആയിട്ടാണോ എന്ന് അറിയണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല. പിന്നെ ഓട്ടോക്കാരൻ്റെ ഒരു ആലോചന വന്നായിരുന്നു, അതിലൊരിക്കലും കെട്ടിച്ചു സമ്മതിക്കത്തില്ല എന്ന് ചേച്ചി പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യം ഇവരെ സീരിയസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു സീരിയസ് ആണ് തനു, നിങ്ങൾ പറ, ചാനൽ വഴി പറ. ഞാൻ ഏട്ടനോട് ചോദിച്ചു, അപ്പോഴും സുന്ദേച്ചി പറയുന്നുണ്ട് പിന്നെ ആളുടെ സമ്മതമില്ലാതെ ഞങ്ങൾ പറയില്ല, അത് ശരിയല്ല നിഷ. ഇല്ല, ഏട്ടന് 100-ൽ 110 വട്ടം സമ്മതം പറഞ്ഞ് ഏട്ടനെ വിളിച്ച് ചോദിച്ച ശേഷം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ ആളാണ്. അതൊക്കെ നിങ്ങളെ കേൾപ്പിച്ചാണ്. അപ്പോൾ ഇതാണ് ഇവർ പറയുന്നത്. ഞാൻ അവിടെ വന്ന് കേൾപ്പിക്കുമ്പം അത് ഇത്ത കേക്ക്, ചേച്ചി കേക്ക്, എന്നിട്ട് എന്നെ തല്ലിക്കൊന്നോന്ന്. എൻ്റെ പൊന്നു മോളെ, ഇത് ഞാൻ ചേച്ചിയോട് പറഞ്ഞതാണ്. ഇതിന് മുന്നേ എൻ്റെ ചാനൽ വഴി ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായോ? അപ്പം ഇവരുടെ ഇപ്പം എന്തായാലും സമാധാനമായിട്ടോ, ഇവരെ വീട്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞതാ. എന്താ വെച്ചാൽ ഇങ്ങനെ മറ്റൊരു മതത്തിൽ പെട്ട ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇവരെ കുടുംബത്തിൽ നിന്നേ പടിയടച്ച് പിണ്ടം വെച്ച ഒരാളെ ഇപ്പം ഈ ഒരു കാരണം കൊണ്ട് എല്ലാവരും സ്വീകരിച്ചില്ലേ, അത് വലിയ കാര്യം. അതെനിക്ക് നന്ദി പറയണം നിങ്ങൾ. എന്നുവെച്ചാൽ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആങ്ങളുടെ ഭാര്യ എന്നെ ആ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കത്തില്ല, അവൾ ഇറങ്ങിപ്പോവും, അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ആ കുഞ്ഞിനെ പോലും എന്നെ കാണിച്ചിട്ടില്ല തനു എന്ന് പറഞ്ഞാൽ കരഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ആങ്ങളെ നിങ്ങളടുത്ത് വരും,
ആ കുഞ്ഞിനെ ഞങ്ങളെ കാണിച്ചു തരും, സങ്കടപ്പെടലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവർ ആത്മഹത്യൻ്റെ സംഭവം അയച്ചതിന് ശേഷം വീഡിയോ അയച്ചു തന്നേക്കണം. ഗുളിക ബീപ്പിൻ്റെ ഗുളിക കാണിക്കുന്നുണ്ട്, കാണിച്ചു തരാം. അതാ കാണിക്കുന്ന ബിപിയുടെ ഗുളിക. ബാക്കിയൊക്കെ ജലദോഷത്തിൻ്റെയും പനീൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. വെള്ളവും ഇത് കുടിച്ച് ആത്മഹത്യയും എന്നും പറഞ്ഞിട്ട് മരണമൊഴിയാണ് ആ കേൾപ്പിച്ചത്. അതിൻ്റെ കൂടെ അയച്ചെന്ന വീഡിയോ ആണിത്. അപ്പം നിഷ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ഫോട്ടോസ് കാണിച്ചു തരാം, ആങ്ങളുടെ ഫോട്ടോസും കാണിച്ചു തരാം. നിങ്ങളെ ഞാൻ നാത്തൂനെ എന്ന് വിളിച്ചത് സീരിയസ് ആണ് നിങ്ങൾ വിചാരിച്ചേ? അയ്യ, നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ, അത് തമാശക്കാന്ന് കളിയാക്കി വിളിച്ചതാന്ന്. പക്ഷെ ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു, നിങ്ങൾ മാത്രം വൈകിപ്പോയി. പിന്നെ കാണിച്ചു തരാം ഫോട്ടോ. വിജയ ചേച്ചിയുടെ ഫേസ്ബുക്കിലൊക്കെ കാണിച്ചാ ഇയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷെ അത് കാണിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് കാണിക്കാം. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ പുള്ളിക്കാരുടെ നിഷയുടെ ആങ്ങളെയാണോ അമ്മയുടെ ചേച്ചിയുടെ മോനാണോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങളെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അറിയണം. നിങ്ങൾ ഇതാരാന്ന് പോലും എനിക്കറിയില്ല, ഇത് ഇവരെ ബന്ധുവാണോന്ന് അറിയില്ല. അപ്പം നിങ്ങളുടെ ഫോട്ടോസ് ഇതാരാണ് എന്താണെന്നുള്ളത്, ഇത് കാണുന്ന ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഞങ്ങൾക്ക് ഇടണം. ഇത് പിന്നെ ഏതേ നീ കന്നഡ വെച്ചിട്ടുള്ളല്ലോ അവിടെ പോയി. ഇതൊക്കെ ആൽബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എനിക്ക് അയച്ചു തന്നത്. ഞാൻ ഫോട്ടോ ഇവിടെ ആരാ എന്താണെന്ന് കാണട്ടെ എന്നെനിക്ക്, അല്ലെങ്കിൽ ഒരു വോയിസ് എങ്കിലും അയച്ചു ഒരാൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നതാണ് ഈ ഫോട്ടോ. അപ്പം ഇനി നമ്മുടെ നായികയുടെ ഫോട്ടോ കാണണ്ടേ. എനിക്ക് അയച്ചു തന്ന 3 ഫോട്ടോസാണ് ഇയാളുടെ, ഈ നായകൻ്റെ, നമ്മുടെ മെറീന ഫ്ലാറ്റിൻ്റെ ഓണർ. ഓക്കെ, അപ്പം ഇനി നമ്മുടെ നായികയെ കാണണ്ടേ, ഇത്രയും സ്ക്രിപ്റ്റ് എഴുതി കഥകൾ ഉണ്ടാക്കിയ നായികയെ കാണണ്ടേ, നായികയും കെട്ടിയോനെ. ഇതാണ് സുഹൃത്തുക്കളെ നിഷ നിസാം. നിസാം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവാണ്. ഇവരാണ് സ്വാസികയുടെ കല്യാണത്തിന്, അവർ പറഞ്ഞ കേട്ടോ, സ്വാസികയുടെ കല്യാണത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ഇവർക്ക് കാറ്ററിംഗ് ആണ് ഈ പുള്ളിക്ക്. അപ്പോൾ ഈ പുള്ളിയാണ് അത്, നിഷ നിസാമിൻ്റെ ഹസ്ബൻഡ്. ഇതാണ് നിഷ. പാത്തു എന്ന് പറയുന്ന എൻ്റെ നാത്തും പറഞ്ഞ് ഞാൻ കളിയാക്കുന്നില്ലേ, ആ സ്ത്രീയാണ്. ഇവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറയണം. കണ്ടോ, ഇതാണ്. ഞാൻ ഇത്രയും ദിവസം ഇത് കാണിക്കത്തില്ല, ഞാനായിട്ട് ഇവരെ കാണിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചെന്താണെന്നറിയോ? വേണ്ടാന്ന് വെച്ചാൽ. പക്ഷേ ഇവര് എന്താ ചെയ്തത്, ചേച്ചിയുടെ വാട്സപ്പിലോട്ട് ഞങ്ങൾ തമ്മിൽ പിണക്കാണ്, പ്രശ്നമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇവർ ദിവസം ഒന്നരാടം വോയിസ് അയക്കുക, വരും എന്ന് പറയുക, എന്നിട്ട് അടുത്തൊരു വരാതിരിക്കാനുള്ളൊരു കഥ വേണ്ടേ, അതിൻ്റെ കഥയാണ് ഇപ്പം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ക്യാൻസറാണ്, അസുഖമാണെന്നുള്ളൊരു ഇതുണ്ടാക്കിയത്. അപ്പം നിസാം ഇത് ഞാൻ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ ഇതിൻ്റെ പേര് കേസ് കൊടുക്ക്, ഫോട്ടോ കാണിച്ചെന്നു. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ ഞങ്ങൾക്കും പറയാം, ചാനൽ വഴി പറ കല്യാണം ഉറപ്പിച്ചതാണ്, ഞങ്ങളാണ്, ഇനി ഇതിന്ന് വാക്കൊന്നും മാറില്ല, സുന്ദരിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പറയിപ്പിച്ചതും കല്യാണ നാടകത്തിൻ്റെ പിന്നിൽ നിങ്ങൾ എന്താ കാണിച്ചതെന്നൊക്കെ ഞങ്ങൾക്കും പറയാം. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഈ ഫോട്ടോ, ഈ വോയിസ്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കേൾക്കണം കേട്ടോ. ദിവസം ആത്മഹത്യയാണ്. അപ്പം എല്ലാവർക്കും ബൈ. ഞാനിത് നേരത്തെ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് നോക്കുമ്പോൾ മൈക്ക് ഓഫ് ആയിപ്പോണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല, പിന്നെ രണ്ടാമത് എടുത്ത വീഡിയോ ഇത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, കേൾക്കണം. ഇവരെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം, നിങ്ങളെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉള്ള ആളാണെങ്കിൽ കേട്ടോ. അപ്പം മനസ്സിലായില്ലേ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ പേരൊക്കെ എങ്ങനെയാണ് പുറത്ത് വന്നത്, ഞാനല്ല ഇവരെ പേര് പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.